വിജയകുമാർ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ടാണ് രണ്ടാനമ്മ മർദ്ദിച്ചിരിക്കുന്നത്. രണ്ട് ചെള്ളയിലും രണ്ട് കവിളുകളും വളരെ ക്രൂരമായി അടിച്ചിരിക്കുന്നു. കൂടാതെ കാലിൻ്റെ മുട്ടിലടക്കം അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. കുഞ്ഞ് രാവിലെ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ എത്തിയപ്പോഴാണ് ഈ ക്ലാസ്സിലെ അധ്യാപിക ഇത് കാണുകയും എന്തിനാണ് മോള് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ മുഖത്തെ പാടുകൾ കുട്ടി കാട്ടിക്കൊടുത്തു. അപ്പോഴാണ് ഈ സംഭവം സ്കൂളിൽ അറിയുന്നത്. ഉടൻ തന്നെ ഈ അധ്യാപിക സ്കൂൾ പ്രിൻസിപ്പലിനെയും HM ഒക്കെ അറിയിക്കുകയും അതിനെ തുടർന്ന് പോലീസിൽ സ്കൂൾ അധികൃതർ വിവരം അറിയിക്കുകയുമായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് വീട്ടിൽ അത് നേരിട്ടിരുന്ന എത്രത്തോളം ക്രൂരമായ പീഡനമാണെന്ന് മനസ്സിലായത്. ഈ പീഡനങ്ങൾ പുറത്തു പറഞ്ഞാൽ അതിനെ കൊല്ലുമെന്ന് വകവരുത്തുമെന്ന രീതിയിൽ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടി ചൈൽഡ് ലൈൻ അധികൃതരെ അടക്കം അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോൾ മുഖമെല്ലാം കൂടെ നീരി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ ഉപദ്രവിച്ചതാണെന്ന്, രക്ഷകർത്താക്കളുടെ ഉപദ്രവം ആണെന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചു. വിജയകുമാർ, ഈ കുട്ടി എഴുതി തയ്യാറാക്കിയ ഒരു അനുഭവ കുറിപ്പ് കൂടിയുണ്ട്. അത് സ്കൂൾ അധികൃതർ ആ കുട്ടിയുടെ ബുക്കും പുസ്തകവും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ആ ബുക്കിനുള്ളിൽ നിന്നും ആ കുറിപ്പ് കണ്ടത്. അതിനുള്ളിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ആ കുഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ. എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്, ഉമ്മയും കൂടി. ഞാനൊരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വെച്ചപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കരണത്തുമ്മ അടിച്ചു. ഞാനും എൻ്റെ അനുജനും കൂടി കളിച്ചപ്പോൾ വഴക്കുണ്ടായി. അപ്പോൾ ഉമ്മ എന്നെ അടിച്ചു. ഞങ്ങളുടെ വീട് വെച്ചിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ എന്നെ വീട്ടിൽ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ്. ഞാൻ സെറ്റിയിലിരിക്കാൻ സമ്മതിക്കില്ല, ബാത്റൂമിൽ കയറാൻ സമ്മതിക്കില്ല, അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജ് തുറക്കരുത്. ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾ, വിലക്കുകളൊക്കെയാണ് ആ കുഞ്ഞ് നേരിട്ടത്. ഏതായാലും ചൈൽഡ് ലൈൻ അധികൃതർ ഇപ്പോൾ എത്തി മൊഴിയെടുക്കുകയാണ്. തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിജയകുമാർ, ഈ എന്താണ് കുട്ടിയുടെ അച്ഛനും ഈ രണ്ടാനമ്മയും ഈ വിവരങ്ങൾ ഇപ്പോൾ ഈ ചൈൽഡ് ലൈനും ഈ സ്കൂളും നൽകിയ വിവരങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും അത് ആ വഴിക്കൊരു പോകുമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ ഒരു ക്രൈം എന്ന നിലയിലല്ലേ അതിൻ്റെ അടുത്ത ഘട്ടം? സുജിത്ത്, തീർച്ചയായും വിജയകുമാർ, അത്തരത്തിൽ നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഞങ്ങളെയും ചില ആളുകൾ തടയാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ ആളുകൾ തന്നെ നമ്മളോട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്ന് പോലും വിലക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളിൽ ചിലരൊക്കെ ഈ വീട്ടിലുണ്ട്, ഈ സ്കൂളിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല തരത്തിൽ ഈ വാർത്തകൾ പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെയും നടക്കുകയാണ്. പക്ഷേ ഈ കുഞ്ഞ് നേരിട്ട അതിക്രൂരമായ പീഡനം അത് മനുഷ്യ സമൂഹം അറിയേണ്ടത് തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു ക്രൂര പീഡനമാണ് ആ കുഞ്ഞ് നേരിട്ടത്. ഏതായാലും തുടർ നടപടികളുമായി പോലീസും അധികൃതരും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. വിജയകുമാർ, സുജിത് സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ കുഞ്ഞിന് ക്രൂരമർദ്ദനമേറ്റു. ആ മർദ്ദനമേറ്റതൊക്കെ ആ കുഞ്ഞ് 4ാം ക്ലാസ്സുകാരി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്കൂൾ അത് ചൈൽഡ് ലൈൻ റിപ്പോർട്ട് ചെയ്തു. ചൈൽഡ് ലൈൻ മൊഴിയെടുക്കുകയാണ്. പോലീസിലേക്ക് ആ മൊഴി കൈമാറും. തുടർ നടപടികൾ ഉണ്ടാകും. അച്ഛനും രണ്ടാനമ്മയും മർദ്ദിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. അതൊരു പേപ്പറിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനറിയാവുന്ന ഭാഷയിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്, അതിൻ്റെ പാടുകൾ ശരീരത്തിലുണ്ട് എന്ന് സ്കൂൾ പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും ഒക്കെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ വാർത്താ സംഘത്തെ ചിലർ ഭീഷണിപ്പെടുത്തി തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതുകൂടി ഈ ഘട്ടത്തിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും പോലീസ് അതിൽ സജീവമായ ഇടപെടൽ നടത്തും എന്ന് നമുക്ക് കരുതാം.